മക്കളെ പോയിട്ട് രീതി എനിക്കറിയും. എന്റെ മക്കളെ നിങ്ങൾ കൃത്യം വെച്ചല്ലേ എന്റെ ഉപ്പാനും ഉമ്മാനും നാട്ടിലേക്ക് എന്റെ ഉമ്മാനും ഉപ്പാനും കബറല്ല പള്ളിയിൽ അതല്ല ഇത് നിങ്ങളെ ഇതില്ലേ ഞാൻ നോക്കിയ മക്കൾ മദർസിൽ 1ാം ക്ലാസ്സിൽ ചേരാൻ വന്നിട്ട് തിരിച്ചാക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ മദ്രസയിലേക്ക് ചേർക്കാൻ വന്ന മഫ്തയിട്ട കുട്ടികളെ തടഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ആ കുട്ടികളുടെ ഉപ്പയോട് വഴക്ക് പറയുന്നൊരു വീഡിയോ. കാസർഗോഡ് നടന്നൊരു സംഭവമാണ്. അതായത് 2 മക്കളായിട്ട് മദ്രസയിലേക്ക് ചേർക്കാൻ വന്നതാണ്. പക്ഷെ ആ കുട്ടികൾ അവിടെ പഠിക്കാൻ സമ്മതിക്കൂല എന്നുള്ളതാണ് കമ്മിറ്റിക്കാർ പറയുന്നത്. വിചാരിച്ച് എന്തിനായിരിക്കും ഒരു മദ്രസയിൽ കുറച്ച് കമ്മിറ്റിക്കാരും നാട്ടുകാരും കൂടിയിട്ട് ഒരാളെ മക്കളെ പഠിക്കാൻ സമ്മതിക്കൂല എന്ന് പറയാൻ കാരണം ആ വീഡിയോയിൽ ഒരാൾ പോലും ഈ ഒരു കുട്ടികൾ ഇങ്ങനെ കരയുന്നുണ്ട്. പാവം ഈ ഒരു പിതാവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുന്ന കുറച്ച് ഭാഗം ഒന്ന് കാണും. ഞാൻ എന്റെ കുട്ടിയെ കൊണ്ട് മദ്രസ ചേർക്കാൻ വേണ്ടി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഓൺലൈൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഓൺലൈൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഫീസ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. മദ്രസ കൊണ്ടാണ് വന്നിട്ടുള്ളത്. തന്ത്രി അടിച്ചാൽ സമസ്തന്റെ അഡ്മിഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം പുള്ള നോക്കുക മദ്രസയിലേക്ക് 11ാം ക്ലാസ്സിലേക്ക് വന്നതാ. 11ാം ക്ലാസ്സിലേക്ക് വന്നു നോക്കുക. എന്നതാ ക്വാർട്ടേഴ്സിന് ലെറ്റർ തന്നിട്ടുണ്ട് എന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ട്. കമ്മിറ്റി ഭാരവാഹികളാ എല്ലാവരും നമ്മളെ എന്റെ പിള്ളേരുടെ കഴിഞ്ഞ എന്റെ പിള്ളേർ കഴിഞ്ഞിട്ടാ എന്റെ മക്കൾ കഴിഞ്ഞിട്ടുണ്ട്. മദ്രസയിലേക്ക് 1ാം ക്ലാസ്സിലേക്ക് വന്നതാ. 1ാം ക്ലാസ് ഇതൊരിക്കലും അനുവദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും മദ്രസയിലേക്ക് മതപഠനത്തിന് വരുന്ന ഒരു കുട്ടിയുടെ പിതാവിനോടുള്ള എന്ത് പ്രശ്നത്തിൻ്റെ പേരിലോ മാതാവിനുള്ള പ്രശ്നത്തിൻ്റെ പേരിലോ എന്തോ ആവട്ടെ, തടയാൻ, അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കുന്നത് തടയാൻ നമുക്ക് നിയമപരമായിട്ട് ധാർമ്മികമായിട്ട് അധികാരമില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ. കാളുടെ മകളെ ഓൺലൈനായിട്ട് ഇവിടെ മദ്രസയിൽ ചേർത്തു. ഇപ്പോൾ ഓൺലൈനായിട്ട് സമസ്ത മദ്രസയിലൊക്കെ ചേർക്കാലോ. അങ്ങനെ മദ്രസ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസത്തിൽ ഈ കുട്ടികളായിട്ട് 2 കുട്ടികളായിട്ട് ഷറഫുദ്ദീൻ എന്ന പേരുള്ള ഈ പിതാവ് മദ്രസയിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് കമ്മിറ്റിക്കാരും നാട്ടുകാരും എതിർത്തതാണ് ആ വീഡിയോയിലുള്ളത്. ഷറഫുദ്ദീൻ്റെ ഒരു മൂത്ത കുട്ടിയാണ് ആ വീഡിയോ എടുത്തിട്ടുള്ളത്. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വീഡിയോ. അപ്പോൾ എന്താണ് ഇത് മദ്രസയിൽ ഈ മക്കളെ പഠിപ്പിക്കാതിരിക്കാൻ കാണിച്ചപ്പോൾ ഈ പിതാവ് പറയുന്നത് എന്നോടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ പേരിലാണ് എൻ്റെ മക്കളുടെ മദ്രസ വിദ്യാഭ്യാസം അടക്കം പിതാവിനോടുള്ള വൈരാഗ്യത്തിനാണ് മക്കളെ പഠിപ്പിക്കാതിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ പിതാവ് പറയുന്നത്. എന്തായാലും ഇതിനൊരു മറുഭാഗം ഉണ്ടാവുമല്ലോ. ഞാൻ കമ്മിറ്റിക്കാരുടെ വിഷയം അന്വേഷിച്ചപ്പോൾ കമ്മിറ്റിക്കാർക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു മഹലിന് അതിൻ്റെ കീഴിലൊരു സ്കൂളുണ്ട്. ഒരു UP വരെ സെക്ഷണൽ സ്കൂൾ, പിന്നെ ഒരു നല്ലൊരു മദ്രസ, അത്യാവശ്യം കുട്ടികളൊക്കെ പഠിക്കുന്ന +2 വരെയുള്ള ഒരു മദ്രസ. അപ്പോൾ ഈ ഒരു ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ഒരാളുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ മാർച്ച് 31-ന് സ്കൂളിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ പരിപാടികളും അതോടൊപ്പം തന്നെ വാർഷിക പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ കുട്ടികളുടെ കയ്യിൽ നിന്ന് നിശ്ചിത തുകയൊക്കെ വാങ്ങി സ്കൂളുകളൊക്കെ അലങ്കരിച്ച് നല്ലൊരു പരിപാടി നടത്താൻ വേണ്ടി 300-350 രൂപയൊക്കെ വാങ്ങിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ആ കുട്ടികളുടെ പരിപാടി നടക്കുന്ന ദിവസം ഈ പിതാവ് വന്ന് അവിടെ അലങ്കോലമാക്കി എന്നാണ് കമ്മിറ്റിക്കാർ പറയുന്ന കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അലങ്കോലമാക്കി, ഇതെന്താ നിങ്ങൾ വലിയ ഡെക്കറേഷൻ ഇല്ല, നല്ല മൈക്കയില്ല എന്ന് പറഞ്ഞ പരിപാടിക്ക് തടസ്സമുണ്ടാക്കി അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു. പ്രധാന അധ്യാപികമാരെ അവിടുത്തെ മറ്റു അധ്യാപകരെയൊക്കെ വഴക്ക് പറഞ്ഞു. അങ്ങനെ വലിയൊരു ഇഷ്യൂ ആയി. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ കമ്മിറ്റിക്കാരെ കുറിച്ച് എന്തൊക്കെയോ മോശത്തരങ്ങളൊക്കെ പറഞ്ഞു. അത് വീണ്ടും ഒരു വഴക്കായി. പിന്നീട് ഈ മനുഷ്യൻ ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ പ്രധാന അധ്യാപികയെ എന്താ പറയുക വർഗീയപരമായിട്ട് എന്തൊക്കെ പറഞ്ഞു. ഇങ്ങനെ പല പ്രശ്നങ്ങൾ. ഒടുവിൽ ഈ പ്രധാന അധ്യാപിക കമ്മിറ്റിക്കാരോട് പരാതി പറയുന്നു. അപ്പോൾ ഈ പരാതി കമ്മിറ്റി വേഗം ഏപ്രിൽ 1-ന് അവൈലബിൾ ആയിട്ടുള്ള ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി മീറ്റിംഗ് വിളിച്ചു ചേർത്തപ്പോൾ പള്ളി കമ്മിറ്റിയുടെ ഒരു ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ 4 മാസമായിട്ട് ഇദ്ദേഹം 4-3 മാസമായിട്ട് വാടക പോലും കൊടുക്കാതെയാണ് ഇയാൾ കഴിയുന്നത് എന്ന് കണ്ടെത്തി. ഒരു തീരുമാനമെടുത്തു. 4 മാസത്തെ ഇതിൻ്റെ കുടിശ്ശിക, അതായത് വാടക കുടിശ്ശിക ആയതുകൊണ്ട് 15 ദിവസത്തിനകം ഒഴിഞ്ഞു പോകണം. എവിടെ നിന്ന്? ക്വാർട്ടേഴ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. രണ്ടാമത്തെ ഒരു കാര്യം, ചേർത്ത കുട്ടികളെ മദ്രസയിൽ നിന്ന് ഒഴിവാക്കണം. ഇത് ആ കമ്മിറ്റിക്കാരെടുത്തൊരു തീരുമാനമാണ്. അതുപ്രകാരമാണ് എന്ത് ചെയ്തത്, ഇദ്ദേഹം ഓൺലൈനായിട്ട് ചേർത്ത കുട്ടികളെ ഓഫ്ലൈനായിട്ട് മദ്രസയിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ കയറ്റാൻ സമ്മതിക്കാത്തത്. ഇതാണ് കമ്മിറ്റിക്കാർക്ക് പറയാനുള്ളൊരു ന്യായീകരണം. അവർ പറയുന്നൊരു കാര്യം, ഈ പിതാവ് ആ നാടിന്
ഒരുപാട് മതവിദ്യാർത്ഥികൾക്ക് രൂപം കൊടുത്ത വലിയൊരു മുസ്ലിം ജമാഅത്താണ്. ഒരുപാട് സേവനങ്ങൾ നടത്തുന്ന ഒരു കമ്മിറ്റിയാണ്. അവരെയൊക്കെ അവമതിക്കുന്ന രീതിയിൽ, നാട്ടുകാരെയൊക്കെ മോശമാക്കുന്ന രീതിയിൽ വാട്സപ്പിലും മറ്റൊക്കെ വീഡിയോസ് ഇടുകയും പ്രചരണമൊക്കെ നടത്തി ചെയ്ത ഒരാളോട് ഞങ്ങൾക്ക് ഒരു ദയവും തോന്നേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹം 4 മാസമായിട്ട് വാടക പോലും കൊടുക്കാതെയാണ് കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കളെ അവിടെ വരിസംഖ്യ വാങ്ങാതെയാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് കമ്മിറ്റിക്കാർക്ക് പറയാനുള്ളത്. ഞാൻ അയാളോട് എന്ത് വിരോധം ഉണ്ടെങ്കിലും അതിന് അയാൾ അസഭ്യം പറഞ്ഞതിനോ കമ്മിറ്റിക്കാർക്കെതിരെ പ്രതിഷേധമുണ്ടാക്കിയതിനോ വർഗീയപരമായിട്ട് എന്തോ പരാമർശം, ഇതൊക്കെ നമുക്ക് ലീഗലി നീങ്ങാം. നമുക്ക് അയാൾക്കെതിരെ പോലീസിൽ കേസ് കൊടുക്കാം. പക്ഷേ ആ 2 പിഞ്ചു മക്കൾ, ആ മക്കൾ എന്ത് തെറ്റാണ് ചെയ്തത്? കുട്ടികളല്ലല്ലോ പ്രശ്നക്കാർ. നാളെ ഞാൻ എന്തെങ്കിലും പ്രശ്നം കമ്മിറ്റിക്കാരുണ്ടാക്കില്ല, എൻ്റെ മക്കളെ കമ്മിറ്റിക്കാർ പിരിച്ചുവിട്ടല്ല, അത് ന്യായമല്ല. ആ മനുഷ്യനോട് വിരോധം തീർത്തോളൂ. പക്ഷെ ആ കുട്ടികളെ മതവിദ്യാഭ്യാസത്തിന് തടയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പള്ളിയുടെയും മദ്രസയുടെയും ഒക്കെ കമ്മിറ്റിക്കാർ നടത്തിപ്പുകാരാണ്. അതൊക്കെ അള്ളാഹുവിൻ്റെതാണ്. നമ്മളതിൻ്റെ നടത്തിപ്പുകാരും മഹലുകാരും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളോട് വ്യക്തിപരമായുള്ള വിരോധങ്ങൾ തീർക്കാൻ ഈ ടൂളിന് നമ്മൾ യൂസ് ചെയ്യരുത്. പല മഹലിലും പണ്ടൊക്കെ ബഹിഷ്കരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പള്ളിക്കാട്ടിൽ കബറടക്കൂല, അതിൻ്റെ ഒരു പുതിയ വെർഷനാണ്. വളരെ നിർഭാഗ്യകരമായ ഒന്നാണ്. ഞാൻ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, അപക്വമായുള്ളൊരു തീരുമാനം ഷറഫുദ്ദീൻ്റെ കയ്യിലുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരുമ്പോഴേക്കും അത് വീഡിയോ എടുത്ത് വാട്സപ്പിലിടുക, അത് പ്രചരിപ്പിക്കുക, അതൊന്നും ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല. നമ്മുടെ സ്കൂളിൽ കുട്ടികളുടെ കലാപരിപാടികളിലൊക്കെ ഇതിന് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് മാന്യമായിട്ട് രേഖപ്പെടുത്തുക. അല്ലാതെ ഒരു ബഹളം ഉണ്ടാക്കി ഒരു സീൻ ഉണ്ടാക്കിയിട്ട് ആ ശീലം മക്കളിലേക്ക് പടരും. അത് നമ്മളൊരു കാര്യത്തിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതുപോലെയാണ് അതിൻ്റെ പരിണിത ഫലം ഉണ്ടാവുക. ഇത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ തെറ്റാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ റിസൾട്ടും എന്തായി മാറും? തെറ്റ്. നമ്മൾ ചോദ്യം ചോദിക്കണം, തെറ്റിക്കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് എനിക്ക് ഉപ്പാനെ ഉമ്മാനെ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ആ ചോദ്യം തെറ്റാണ്. കുട്ടി ഒന്നിക്ക് പറയും ഉപ്പാനെ ഇഷ്ടമാണെന്ന്, അപ്പോൾ ഉമ്മാനെ ഇഷ്ടമല്ലേ? അപ്പോൾ ഇതൊരു തെറ്റാണ്. തെറ്റായ ചോദ്യങ്ങൾ നമുക്ക് കിട്ടും. എന്താണ് തെറ്റായ ആൻസർ? അപ്പോൾ തെറ്റായ കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ തെറ്റായ റിസൾട്ട് നമുക്ക് കിട്ടുക. എന്തായാലും ഇതൊരു വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. ആ കുട്ടികളെ മതം പഠിക്കാൻ സമ്മതിക്കാതെ പറഞ്ഞയക്കുന്ന ഒരു രീതിയല്ല വേണ്ടത് എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കുറച്ചും കൂടിയൊക്കെ മതനേതൃത്വവും കമ്മിറ്റിക്കാരൊക്കെ കുറച്ചുകൂടി വിശാലതയും ഒരു മറ്റുള്ളവരെയും കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ ലീഡർഷിപ്പിലുള്ള ആളുകൾക്ക് വ്യക്തിപരമായ വിരോധങ്ങൾ, മറ്റു വിദ്വേഷങ്ങൾ, ഇതൊക്കെ നമ്മൾ ഭരിക്കണം. അങ്ങനെ നമ്മൾ സാധാരണ മനുഷ്യരാണല്ലോ. അതൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ വാടക കൊടുക്കാത്ത, അല്ലെങ്കിൽ വാടക കുടിശ്ശിക വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് അതിനൊക്കെയുള്ളൊരു പ്രാപ്തി ഇല്ലാത്തത് കൊണ്ടാവും. വാടക വീട്ടിൽ കഴിയേണ്ടി വരിക, ക്വാർട്ടേഴ്സിലൊക്കെ കഴിയേണ്ടി വരിക എന്ന് പറയുന്ന സാഹചര്യം തന്നെ എപ്പോഴാണ്? നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുമില്ലാതെ മനഃപൂർവ്വം ശരി സ്വന്തം വീട് ഉണ്ടാക്കിയിട്ട് ആ വീട് വാടക കൊടുത്തിട്ട് ഞാനൊരു ക്വാർട്ടേഴ്സിൽ കഴിയാമെന്ന് കരുതുന്ന ആളുകൾ വളരെ കുറവല്ലേ ഉണ്ടാവുള്ളൂ. ഈ മനുഷ്യൻ അങ്ങനെയാണെന്ന് തോന്നിയില്ല. പക്ഷെ ആ കുട്ടികൾ കരഞ്ഞുകൊണ്ട് മദ്രസയിൽ നിന്ന് പോകുന്ന ഒരു കാഴ്ച വീഡിയോ എടുക്കേണ്ടി വരുന്ന ആ രക്ഷിതാവിനൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. കാരണം ആ കുട്ടികളുടെ വേദന അത്രത്തോളമാണ്. ഇപ്പം ഞാനീ പറയുന്നത് ആരെയും വേദനിപ്പിക്കാനല്ല, ഒരു കമ്മിറ്റിക്കാരുടെയും വാദഗതികളെ നമ്മൾ തള്ളുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ന്യായം ഉണ്ടായിരിക്കാം, ആയിക്കോട്ടെ. നിങ്ങളുടെ ആ ന്യായത്തിനൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഇതൊരു അപക്വമായ തീരുമാനമാണ്. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, ഒരു നിശ്ചിത സമയം കൊടുക്കുക. 4 മാസത്തെ കുടിശ്ശികയുണ്ടല്ലോ, അദ്ദേഹം അത് തരുമോ? ഇതിന് മുൻപ് ആൾ കൊടുത്തിരുന്ന ഒരാളായിരിക്കില്ലേ? അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ആ കോട്ടേഴ്സിൽ നിന്ന് ഇറക്കി വിടുന്നത് അതൊക്കെ ക്രൂരതയല്ലേ? അതോടൊപ്പം തന്നെ അതിൻ്റെ പേരിൽ മദ്രസയിൽ ചേർത്ത ആ മക്കളെ അവിടുന്ന് ഇറക്കി വിടുന്നത് അതിനേക്കാൾ വലിയ ക്രൂരതയല്ലേ? ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ ഇയാളെന്തിനാ വീഡിയോ ഇട്ടത്, മറ്റുള്ളവർക്ക് പറഞ്ഞ് ചിരിക്കാനായല്ലോ എന്ന്. ഇതുപോലെയുള്ള തെറ്റുകളെ നമ്മൾ കണ്ടില്ല എന്നടിക്കുന്നത് അതിനേക്കാൾ വലിയ ക്രൂരതയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ സമൂഹത്തിലും സമുദായത്തിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം പാകപ്പിഴവുകളെ നമ്മൾ പറയുന്നത് അത് തിരുത്താൻ വേണ്ടിയിട്ടും അതിനൊരു നല്ല വശമുണ്ടെന്ന് ബോധ്യപ്പെടുത്താനാണ്. അല്ലാതെ ഇത്തരം കാര്യങ്ങൾ നാട്ടുകാരെ മൊത്തം കേൾപ്പിച്ചിട്ട് അല്ലെങ്കിൽ കാണിപ്പിച്ചിട്ട് അതിൽ നിന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊരിക്കലും സംഭവിക്കരുത്, ഇനിയൊരു കൂട്ടരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇനിയൊരു കമ്മിറ്റിക്കാർക്കിടയിൽ സംഭവിക്കരുത് എന്നൊരു ആഗ്രഹം കൊണ്ടാണ്. പല സ്ഥലങ്ങളിലും പല കമ്മിറ്റിക്കാരും ഈ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ആളുകൾക്ക് വരിസംഖ്യ പോലും വാങ്ങാതെയൊക്കെ അവർക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരുണ്ട്. ഇത് മഹല്ല് സംവിധാനത്തോട് മത്സരിക്കുക എതിരിടാന്നല്ല ഒരു വ്യക്തി ചെയ്യേണ്ടത്. നമ്മുടെ മഹല്ലിൽ പല ഇഷ്യൂസുകളും പല പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. മൊത്തത്തിൽ മഹല്ലിനെ നശിപ്പിക്കുന്ന രീതിയിലോ മഹല്ലിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലോ നമ്മുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാവരുത്. അത് വാട്സപ്പിലൊക്കെ ഇട്ടിട്ട് മറ്റുള്ളവർക്ക് കേൾപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കൊടുത്തു വിടരുത് എന്നുള്ളതാണ് ഓരോ വ്യക്തിയും സൂക്ഷിക്കേണ്ട കാര്യം. നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ കമ്മിറ്റിക്കാരോട് പേഴ്സണലി സംസാരിക്കാം, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ തേടാം. അല്ലാതെ അത് പുറത്തേക്ക് വിട്ടിട്ട് നാറ്റിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം കിട്ടുന്നത്? അത് ആ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ അപക്വതയാണ്. ആ അപക്വതക്ക് അതിനേക്കാൾ വലിയ അപക്വമായ റിസൾട്ടാണ് ആര് കാണിച്ചത്? കമ്മിറ്റിക്കാർ കാണിച്ചത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് ചോദിക്കുന്ന ചോദ്യം, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് ലോക ക്രൈസ്തവ സമൂഹം ഇന്ന് ദുഃഖവെള്ളി എന്ന പേരിൽ ഒരു വെള്ളിയാഴ്ച ആചരിക്കുന്ന ഒരു ദിവസമാണ്, ത്യാഗത്തിൻ്റെ ദിവസമാണ്. കാരണം ഇന്നാണ് ക്രിസ്തു മതവിശ്വാസികളുടെ വിശ്വാസപ്രകാരം യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയത് എന്നുള്ളതാണ്.
മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിലേറ്റാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ രൂപമുള്ള മറ്റൊരാളെയാണ് കുരിശിലേറ്റിയത്. അള്ളാഹു ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശലോകത്തേക്ക് ഉയർത്തി എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയ സ്ഥലം ഏത് രാജ്യത്താണെന്നുള്ളതാണ് ചോദ്യം. ആ രാജ്യം ഇപ്പോൾ എവിടെയാണ്? യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയ സ്ഥലവും ഒരു പള്ളിയും സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏത് രാജ്യത്താണ് ആ ഒരു സംഭവം നടന്നത് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.